ചങ്ങായിമാർ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ്. വാണിയംകുളം ചന്ത എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് പ്രവർത്തിച്ചു വരുന്നത്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്താണ് ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത്. ഈ ആഴ്ചയിൽ ചന്തയിൽ വലിയ പോത്തുകൾ ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട്. പെരുന്നാളിനോട് മുന്നോടിയായിട്ടാണ് ചന്തയിൽ ഇത്രയധികം കന്നുകാലികൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കന്നുകാലികൾക്ക് വില കിട്ടുന്നൊരു സമയമാണ് പെരുന്നാൾ ടൈം. ഏറ്റവും കൂടുതൽ കന്നുകളെ വിൽക്കുന്ന അല്ലെങ്കിൽ വിൽക്കേണ്ട ഒരു സമയം കൂടിയാണ് പെരുന്നാൾ ടൈം. കന്നുകളെ അധിക വില കൊടുത്ത് വാങ്ങിയാൽ മാത്രം പോരാ, അത് കറക്റ്റ് സമയത്ത് വിൽക്കാനും കഴിയണം. അപ്പോഴാണ് ഒരു കർഷകന് അതിൻ്റേതായ മെച്ചം കിട്ടുകയുള്ളൂ. ഈ കാണുന്ന കന്നൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള കന്നാണ്. നമ്മുടെ കാഴ്ചപ്പാട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 450-500 കിലോനോളം മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു കന്നാണ്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള മതിപ്പാണ് നമ്മൾ പറയുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മതിപ്പ് തോന്നിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വലിപ്പം തോന്നിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. ശരിക്കും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ ഒതുങ്ങില്ല, അത്രയധികം വലുപ്പത്തിലുള്ള വലിയ പോത്തുകളാണ്. ധാരാളം വലിയ പോത്തുകൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകളൊക്കെ ഏകദേശം 300 കിലോ മുതൽ ഒരു 450-500 കിലോ വരെയൊക്കെ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ്. ഒരു ഏകദേശം മതിപ്പാണ് നമ്മൾ പറയുന്നത്. കറക്റ്റ് എത്ര കിലോ മീറ്റ് കിട്ടണം അല്ലെങ്കിൽ എത്ര കിലോ മീറ്റ് കിട്ടുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെ മാംസമാക്കിയിട്ട് ഗ്ലാസ്സിൽ കയറ്റിയാൽ മാത്രമാണ് എത്ര കിട്ടുമെന്ന് പറയാൻ കഴിയുള്ളൂ. ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ചോദിക്കുന്ന വില ഏകദേശം 1.5 ലക്ഷം, 1.70 ലക്ഷം മുതലൊക്കെ ഏകദേശം ഒരു 3 ലക്ഷം, 3.5 ലക്ഷം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ്. ഇത്രയധികം വലിയ പോത്തുകൾ ഇന്ന് ചന്തയിൽ എത്തിയിട്ടുണ്ട്. ധാരാളം കന്നുകാലികൾ എത്തിയിട്ടുണ്ട്, ചെറുതും വലുതൊക്കെ എത്തിയിട്ടുണ്ട്. ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും വലിയ പോത്തുകൾ ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾ തന്നെയാണ്. ഒരു 4-5 പോത്തുകൾ വലുതെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നാടൻ പോത്തിനെ കൊണ്ടുവരികയാണ്. അതും അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പോത്ത് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട പോത്ത് തന്നെയാണ് കൂട്ടത്തിൽ ഏറ്റവും വലുത്. ഇത് നാട്ടിൻപുറത്ത് വളർത്തി വലുതാക്കിയിട്ട് ചന്തയിലേക്ക് കൊണ്ടുവരുന്ന പോത്താണ്. മറ്റുള്ള പോത്തുകൾ നാടൻ പോത്തുകളല്ല എന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകളൊക്കെ ഏകദേശം 1.5 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെയാണ് ചന്തയിൽ ചോദിക്കുന്ന വില. ധാരാളം വളർത്തുകുട്ടികളും ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. പെരുന്നാളിനോട് മുന്നോടിയായിട്ട് കൂടുതലും ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കന്നുകൾ തന്നെയാണ് ചന്തയിൽ കൂടുതലായിട്ടുള്ളത്. വളർത്തുകുട്ടികൾ വളരെ കുറച്ചേ ഉള്ളൂ. എങ്കിലും വന്നിട്ടുള്ള കുറച്ച് വളർത്തുകുട്ടികളെയൊക്കെ നമ്മൾ കാണിച്ചു തരാം. അതായത് ഈ കൂട്ടത്തിൽ കാണുന്ന ഒരു 4 വളർത്തുകുട്ടികൾ, അതേപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് ഇവിടെ ഒരു ലൈനിൽ ഫുള്ള് വളർത്തുകുട്ടികൾ കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ചെറിയ കുട്ടികളാണ്. ഏകദേശം ഒരു 18 രൂപ, 20 രൂപ, 22 രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത്. നേരത്തെ കണ്ടതൊക്കെ ഏകദേശം ഒരു 24, 26 ആ റേഞ്ച് ചോദിക്കുന്ന രീതിയിലുള്ള കുറച്ച് വലിയ കുട്ടികളാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത്. ഈ ലൈനിൽ കാണുന്നത് ഒരു ആവറേജ് വലിപ്പമുള്ളൂ. ഏകദേശം ഒരു 6 മാസം 7 മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവുള്ളൂ. ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം 18 രൂപ മുതൽ 22 രൂപ വരെയാണ് വില ചോദിക്കുന്നത്. കുട്ടികൾ കുറവാണ്. വളർത്തുകുട്ടികൾ കൂടുതൽ വരണം എന്നുണ്ടെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞാലാണ് കൂടുതൽ വരുള്ളൂ. ഇപ്പോൾ തീപ്പാറുന്ന വിലയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. കൂടുതലും മീറ്റ് ആവശ്യത്തിന് പോകുന്ന കന്നുകളാണ് കൂടുതലായിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ ഏകദേശം 1 വയസ്സ് മുതൽ 1.5 വയസ്സ്, 2 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികളാണ്. ചിലതൊക്കെ വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ളതാണ്, ചിലത് മീറ്റ് ആവശ്യത്തിന് പോകുന്ന പോത്തുകളാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തിൻകുട്ടികൾക്ക് ചോദിക്കുന്ന വില 32,000 രൂപ മുതൽ 50 രൂപ വരെയൊക്കെയാണ് വില ചോദിച്ചത്. ഈ ആഴ്ചയിൽ ധാരാളം മൂരിക്കുട്ടികൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാളകളും ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന കാളകൾ കാങ്കേയം കാളകളുണ്ട്, ജല്ലിക്കെട്ട് കാളകളുണ്ട്, അതേപോലെ തന്നെ കാങ്ക്രേജ് ഉണ്ട്. അങ്ങനെ പല ബ്രീഡപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ഒട്ടുമിക്ക ബ്രീഡപ്പെട്ടിട്ടുള്ള കന്നുകാലികളും ഈ ചന്തയിൽ വരാറുണ്ട്. ഈ കൂട്ടത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഈ ലൈനിൽ കാണുന്ന കാളകൾ ഏകദേശം ചോദിക്കുന്ന വില 45,000, 50,000 രൂപ മുതൽ 70,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കാളകളെയാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചന്തയുടെ ആ അറ്റത്തേക്ക് നോക്കുമ്പോൾ ധാരാളം കന്നുകാലികളെ ആ ഭാഗത്തൊക്കെ നിരത്തി കെട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ പശുക്കളും ഉണ്ട്, കാളകളും ഉണ്ട്. ആ അറ്റത്ത് കാണുന്നതൊക്കെ പോത്തുകളാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വണ്ടികളിൽ നിന്ന് കന്നുകാലികളെയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ രാവിലെ നേരത്തെ 7 മണിക്കാണ് വീഡിയോ എടുക്കുന്നത്. ഇതുവരെ ചന്തയിൽ എത്തിയിട്ടുള്ള കന്നുകാലികളെ മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ശേഷവും ധാരാളം കന്നുകാലികൾ വരും.
ബുധനാഴ്ച വൈകുന്നേരം മുതൽ വ്യാഴാഴ്ച ഉച്ച വരെ ഇവിടെ കന്നുകാലികൾ വന്നുകൊണ്ടേയിരിക്കും. കന്നുകാലികളുടെ സെയിൽ നടന്നുകൊണ്ടേയിരിക്കും. ഈ ചന്തയുടെ മറുവശത്ത് റോഡിൻ്റെ അപ്പുറത്തായിട്ട് നാടൻ പോത്തുകളെ മാത്രം വിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെയാണ് നാടൻ പോത്തുകളെ വിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ വീഡിയോയിലെ ഇടതുവശത്ത് കാണുന്ന ഭാഗത്താണ് നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകാലികളെ വിൽക്കുന്നൊരു ഏരിയ. ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തിരക്കുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. നാടൻ പോത്തുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടി പോയി കാണുക. ഇവിടെ ഈ കാണുന്ന കാളകൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെ ബ്രീഡുകളും ചന്തയിൽ എത്താറുണ്ട്. ഈ കാണുന്ന കാളകൾക്ക് ചോദിക്കുന്ന വില ഏകദേശം 45-50 രൂപ മുതൽ 70 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ഉളിഹ്യത്തിന് പറ്റുന്ന അല്ലെങ്കിൽ പെരുന്നാളിന് പറ്റുന്ന രീതിയിലുള്ള നല്ല ലക്ഷണമൊത്ത കാളകളുടെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഒരുപാട് പാർട്ടിക്കാർ അല്ലെങ്കിൽ മേടിക്കാനുള്ള ആവശ്യക്കാർ ആ ഭാഗത്തൊക്കെ നിന്നിട്ട് ബാർഗൈൻ ചെയ്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചന്തയുടെ ലെവൽ എന്ന് വെച്ചാൽ ചന്തയിൽ ഏകദേശം 500 രൂപ മുതൽ 600 രൂപ വരെയൊക്കെ മീറ്റിൻ്റെ മേനി ലെവൽ വെച്ചിട്ടാണ് അവർ വില ചോദിക്കുന്നത്. അവർ ചോദിക്കുന്ന വില നമ്മൾ മീറ്റ് വെച്ചിട്ട് കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 500-600 ആ റേഞ്ചൊക്കെയാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ ബാർഗൈൻ ചെയ്തിട്ട് മേടിക്കണം. മേടിച്ചാലും ഏകദേശം ഒരു 400 രൂപയോട് അടുപ്പിച്ചിട്ട് എന്തായാലും ഇപ്പോൾ ചന്തയിൽ കൊടുക്കേണ്ടി വരും. നല്ല രീതിയിൽ പെരുന്നാളിനോട് അനുബന്ധിച്ചിട്ട് നല്ല രീതിയിൽ വില പറയുന്നുണ്ട്. നല്ല വിലക്ക് കച്ചവടം നടക്കുന്നുമുണ്ട്. ഇനി അടുത്ത ആഴ്ച ഇനിയും കൂടുതൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കന്നുകാലികൾ ചന്തയിലേക്ക് എത്തും. വില കൂടാനാണ് ചാൻസ്. ഒരിക്കലും വില കുറയില്ല. പെരുന്നാൾ കഴിഞ്ഞാൽ ഒരു മാസമായി കഴിഞ്ഞാലാണ് വില കുറയുള്ളൂ. ഇവിടെ ഈ ഭാഗത്ത് കാങ്കറേജിൻ്റെ അടുത്തപ്പെട്ടുള്ള ഒരു കന്നിനെ കൊണ്ടുവന്നിട്ടുണ്ട്. വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഒന്നുമില്ല. മീറ്റ് പർപ്പസിന് തന്നെയാണ് പോകുള്ളൂ. ഏകദേശം ഒരു 10-50 കിലോ മീറ്റൊക്കെ കിട്ടുള്ളൂ. ആ ലെവലിലുള്ള ഒരു കാളയാണ്. വലിയ പവറൊന്നും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വളർച്ച എന്നൊന്നും പറയാൻ കഴിയില്ല. കാങ്കറേജിൻ്റെ അടുത്തപ്പെട്ടിട്ടുള്ള മീറ്റ് പർപ്പസിന് പോകുന്ന ഒരു കന്ന് അത്രേ പറയാൻ കഴിയുള്ളൂ. ഏകദേശം ഒരു 80 കിലോനൊക്കെ മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട ബാക്കിലത്തെ ലൈനിൽ കുറച്ച് വളർത്തുകുട്ടികളുണ്ട്. അതിൽ പശുക്കുട്ടികളും ഉണ്ട്, കാളക്കുട്ടികളും ഉണ്ട്. വളർത്താൻ പറ്റിയ ക്വാളിറ്റിയുള്ള കന്നുകളെയൊക്കെ മിക്സഡായിട്ട് കെട്ടിയിരിക്കണം. ഓരോരുത്തർ കൊണ്ടുവരുന്ന കന്നുകാലികളെ ഓരോരോ ലൈനായിട്ട് അവർ കെട്ടും. അതിൽ വളർത്തുകുട്ടികളുണ്ടാവും, മീറ്റ് പർപ്പസിന് പോകുന്ന കന്നുകളൊക്കെ ഉണ്ടാവും. പശുക്കളും കാളകളൊക്കെ കോർത്തിണക്കിയിട്ട് വരിയായിട്ടാണ് കെട്ടുക. നമ്മൾ ഓരോന്നിനെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ബാർഗൈൻ ചെയ്തിട്ട് എടുക്കലാണ് ചന്തയിലെ രീതി. ചന്തയിൽ അവരുടെ വില അവർ പറയും, നമുക്ക് മുതലാകുന്ന വിലക്ക് നമ്മൾ ബാർഗൈൻ ചെയ്തിട്ട് എടുക്കണം. ഓങ്കോളിൻ്റെ ക്രോസ് ബ്രീഡ് പെട്ടിട്ടുള്ള ഒരു വളർത്ത് കാളക്കുട്ടി ആ കൂട്ടത്തിൽ കാണുന്നുണ്ട്. അത് ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചാലാണ് നമുക്ക് ഓരോന്നിൻ്റെ വിലകൾ പറയാൻ കഴിയുള്ളൂ. ഇങ്ങനെ കൂട്ടത്തിൽ കാണിക്കുമ്പോൾ ഒരു ഏകദേശം മതിപ്പ് വിലയാണ് പറയാൻ കഴിയുള്ളൂ. ഈ കൂട്ടത്തിൽ പശുക്കുട്ടികളും കാളക്കുട്ടികളൊക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ട്. ഏകദേശം ഈ കൂട്ടത്തിൽ കാണുന്ന കന്നുകൾക്ക് അവർ 18,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ് ഈ ലൈനിൽ കാണുന്ന കന്നുകൾക്ക് അവർ ചോദിക്കുന്ന വില. അവരുടെ വിലയാണ് അവർ പറയുന്നത്. അതിലൊരു ആ ചുവന്ന കുട്ടി അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു കുട്ടിയാണ്. ആ കാണുന്ന കുട്ടിക്കൊക്കെ 24 രൂപയാണ് അവർ ചോദിച്ച വില. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിഞ്ഞോ എന്നറിയില്ല. നമ്മൾക്ക് ഓരോന്നിനും സെപ്പറേറ്റ് കാണിക്കുമ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുള്ളൂ. ഇവിടെ ഈ ഭാഗത്ത് നാടൻ കന്നുകൾ അല്ലെങ്കിൽ നാടൻ മൂരികളെ മേടിച്ച് കെട്ടിയിട്ടുള്ള കുറച്ച് ഏരിയയാണ്. പെരുന്നാളിന് വേണ്ടിയിട്ട് പാർട്ടിക്കാർ മേടിച്ച് കെട്ടിയിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്കതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ആളുകളെ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഈ കാണുന്ന കന്നുകളൊക്കെ മറ്റ് ജില്ലകളിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാനുള്ള കന്നുകളാണെന്ന് തോന്നുന്നുണ്ട്. മലപ്പുറം ആ ഭാഗത്തു നിന്നൊക്കെ ഇതുപോലെയുള്ള നാടൻ കന്നുകളെ മാത്രം തിരഞ്ഞ് മേടിക്കുന്ന ആളുകൾ ധാരാളമായിട്ട് ചന്തയിലേക്ക് വരാറുണ്ട്. അവർ മേടിച്ച് കെട്ടിയിട്ടുള്ള കന്നുകളാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊരു ലൈനിൽ ഫുള്ളായിട്ട് കുറച്ച് കാളകളെ കെട്ടിയിട്ടുണ്ട്. എല്ലാം മീറ്റ് പർപ്പസിന് പോകുന്ന കാളകളാണ്. ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ള കാളകളാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന കാളകൾക്ക് ഏകദേശം 50,000 രൂപ മുതൽ 85,000 രൂപ വരെയാണ് ചന്തയിൽ ചോദിക്കുന്ന വില. ചിലതൊക്കെ നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള കന്നുകളാണ്. 50,000 രൂപ മുതൽ 85 രൂപ വരെ വില ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് 2 കാളകളെ കെട്ടിയിട്ടുണ്ട്. നാട്ടിൻപുറത്ത് വളർത്തി വലുതാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ഈ കാണുന്ന കാളകൾക്ക് ചോദിക്കുന്ന വില ഏകദേശം ഒരു 70 രൂപ മുതൽ 80 രൂപ വരെ ഒരു ചന്തയിൽ വില ചോദിച്ചിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഓരോരോ കന്നുകളുടെ വിലയാണ് പറഞ്ഞത്, രണ്ടും കൂടിയല്ല. ഏകദേശം 70 രൂപ 80 രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്.
ചന്ത തുടങ്ങിയ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഗിയറിൻ്റെ അടുത്തപ്പെട്ടുള്ള ഒരു മോരിക്കുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്, വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്, വാങ്ങിച്ചിട്ടുള്ള കന്നല്ല. ആ കാണുന്ന കന്നിനെ അവർ ചോദിച്ച വില 24,000 രൂപയാണ്. ഇവിടെ ഈ ഭാഗത്ത് 2 കന്നുകളെ മേടിച്ച് കെട്ടിയിട്ടുള്ള 2 കന്നുകളാണ്. അത്യാവശ്യം വലിപ്പത്തിലുള്ള കന്നുകളാണ്. ഇപ്പോഴത്തെ ചന്തയുടെ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 60,000 മീനിയെങ്കിലും ഇതുപോലുള്ള കന്നുകൾക്ക് കൊടുക്കേണ്ടി വരും. ചന്തയിൽ ഒരു 70-75 ആ റേഞ്ചൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60,000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും ഓരോരോ കന്നുകൾക്ക്. അതാണ് ഇപ്പോഴത്തെ ചന്തയിലെ ഒരു ലെവല്. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കന്നുകളെ മാത്രം വിൽക്കുന്ന ഒരു ഏരിയ. നല്ല രീതിയിൽ തിരക്കുണ്ട്. ചെറു വണ്ടികളിലായിട്ട് നാട്ടിൻ പുറത്തുനിന്നുള്ള കന്നുകാലികളെയൊക്കെ ധാരാളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ പശുക്കളുണ്ട്, കാളകളുണ്ട്, മോരിക്കുട്ടികളുണ്ട്. നാടൻ കന്നുകൾ അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് വീടുകളിൽ നിന്നൊക്കെ മേടിച്ചിട്ട് കച്ചവടക്കാർ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ഭാഗമാണ്. കൂടുതലും കച്ചവടക്കാരനായിരിക്കും. പാർട്ടിക്കാരും നേരിട്ടിട്ട് കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആദായം കിട്ടും. കൂടുതലും കച്ചവടക്കാരനായിരിക്കും. രാവിലെ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിലാണ് പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കച്ചവടക്കാർ മേടിച്ചിട്ട് മറിച്ച് വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന കന്നുകളായിരിക്കും. ഈ ആഴ്ചത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും